ദാവൂദ് ഇബ്രാഹിം എന്ന ഭീകരവാദി മുംബൈയിലെ ഒരു പോലീസ് കോൺസ്റ്റേബിളിന്റെ മകനായിരുന്നു. ദാവൂദിന്റെ അച്ഛൻ സത്യസന്ധനായ പോലീസുകാരനായിരുന്നെങ്കിലും പിതാവിന്റെ അധികാരവും സ്വാധീനവും എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നതിനെക്കുറിച്ച് ദാവൂദ് ചെറുപ്പത്തിൽ തന്നെ മനസ്സിലാക്കിയിരുന്നു. 1970കളിൽ മുംബൈയിലെ തെരുവുകളിൽ ചെറിയ പിടിച്ചുപറികളും കള്ളക്കടത്തുമായിട്ടായിരുന്നു ദാവൂദിന്റെ തുടക്കം. അക്കാലത്ത് മുംബൈ ഭരിച്ചിരുന്ന ഹാജി മസ്താൻ, കരിംലാല തുടങ്ങിയ വൻ തോക്കുകളുടെ നിഴലിൽ നിന്നാണ് അയാൾ തുടങ്ങിയത്. അന്നത്തെ പ്രമുഖ മാഫിയ തലവന്മാരുടെ ശക്തി ക്ഷയിച്ച സമയത്ത് രൂപീകരിച്ച് ഡി കമ്പനി എന്ന അധോലോക സംഘത്തിലൂടെ ദാവൂദ് പെട്ടെന്ന് തന്നെ മുംബൈയിലെ അധോലോക രാജാവായി. ബഡാ രാജൻ എന്ന് അറിയപ്പെട്ടിരുന്ന മലയാളിയായ രാജൻ നായർ എന്ന മാഫിയ നേതാവ് ദാവൂദിനു വേണ്ടി കരാർ കൊലപാതകങ്ങൾ ചെയ്തിരുന്നു അന്ന്. പിന്നീട് സിനിമാ നിർമ്മാണത്തിലും ക്രിക്കറ്റ് വാതുവയ്പിലും ഒക്കെ ദാവൂദിന്റെ പേര് ഉയർന്നു കേട്ടെങ്കിലും അയാളെ തീവ്രവാദിയായി ലോകം കാണാൻ തുടങ്ങിയത് 1993 മുംബൈ സ്ഫോടനങ്ങൾ കാരണമാണ്. സ്ഫോടനങ്ങളുടെ സൂത്രധാരനായ ദാവൂദിനെ ഇന്ത്യ രാജ്യദ്രോഹിയായി പ്രഖ്യാപിച്ചു. സ്ഫോടനത്തിന് തൊട്ടുമുമ്പ് ഇന്ത്യയിൽ നിന്ന് രക്ഷപ്പെട്ട അയാൾ പാകിസ്ഥാനിലെ കറാച്ചിയിൽ അഭയം പ്രാപിച്ചു. അമേരിക്ക ഉൾപ്പെടെ ലോകം ഒരു ഭീകരവാദിയായി പ്രഖ്യാപിച്ച ഇയാൾ ഇപ്പോഴും കറാച്ചിയിൽ ജീവനോടെയുണ്ട് എന്നും അല്ല മരിച്ചു എന്നും റിപ്പോർട്ടുകളുണ്ട്.